8-ാം ദിവസമാണ്. കൺവെൻഷൻ്റെ ഔദ്യോഗികമായ ഒരു പരിസമാപ്തി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കും. കൺവെൻഷൻ അവസാനിക്കുകയാണ്, എന്നാൽ ജീവിതം തുടരുകയാണ്. നമ്മളിവിടെ കേട്ട ദൈവവചനം നിരന്തരമായി എല്ലായ്പ്പോഴും നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് ഇരിക്കണം. എല്ലാവരും കുറേ നേരമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഉറങ്ങാതിരിക്കുന്നതിനും ഒരു ശക്തി വരുന്നതിനും നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടി നമുക്ക് കുറച്ച് നിമിഷങ്ങളിലൂടെ ഇവിടെ ചെലവഴിക്കാം. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി എന്നുള്ള ഏറ്റവും മനോഹരവും പരിചിതവുമായിട്ടുള്ള പാട്ട്. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി, സങ്കേതം ഞാൻ കൊടു തന്യർക്കന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു തള്ളി, സങ്കേതം ഞാൻ കൊടു തന്യർക്കന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്ന ആളുകൾ വളരെ പ്രധാനപ്പെട്ട ഭദ്രാസനമായി നാം കൈക്കൊള്ളേണ്ടുന്ന തീരുമാനങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഭദ്രാസനത്തിൽ പെടാത്ത ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോകാം. അല്ലാത്ത ആളുകൾ വളരെ ശാന്തമായി നമുക്കിവിടെ ഇരുന്ന് അടുത്ത ഒരു വർഷം നമ്മൾ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഭദ്രാസനത്തിൽ നിന്ന് അല്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഉദരം ഉണ്ടാക്കാതെ അവർക്ക് ശാന്തമായി പോകാം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 8 ദിവസങ്ങളിലായിട്ട് ഇവിടെ കേട്ട കാര്യങ്ങളെല്ലാം 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിപ്പിക്കുകയും അതെല്ലാം നമ്മുടെ തുടർ ജീവിതത്തിൽ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തെ ധന്യമാക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ളതാണ്. ഒന്ന്, എല്ലാ ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥന ഉറപ്പാക്കും. കുടുംബ പ്രാർത്ഥനയിൽ കേവലം ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതായിട്ടല്ല, ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പുരുഷന്മാരും വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കാത്ത ഒരു പുരുഷൻ്റെ വായും അനുഗ്രഹിക്കപ്പെട്ടതാകുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ശുദ്ധീകരിക്കുന്ന വചനത്താൽ നമ്മുടെ സംസാരവും നമ്മുടെ എല്ലാ ഇടപാടുകളും വിശുദ്ധീകരിക്കുകയും വിമലീകരിക്കുകയും വേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന ഉറപ്പാക്കും. ഒപ്പം വചന വായന എല്ലായ്പ്പോഴും ഉണ്ടാകും. നമ്മുടെ കുട്ടികളെല്ലാം സൺഡേ സ്കൂളിൽ പഠിക്കുന്നു എന്ന മാതാപിതാക്കൾ ഉറപ്പാക്കും. ദൈവത്തെ അറിയാനായി ദൈവം സൃഷ്ടിച്ച കുട്ടികൾ, അവർക്ക് ദൈവത്തെ അറിയാനായിട്ടുള്ള മൗലിക അവകാശം അവർക്കുണ്ട്. മാതാപിതാക്കൾ, ഈ വല്യപ്പന്മാരും വല്യമ്മമാരും, ഗ്രാൻഡ് പേരൻസ്, അവരെല്ലാവരും ഓർക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു അവകാശമുള്ളതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ദൈവത്തെ അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾ നിഷേധിച്ചാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഗൗരവമായി നിങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികൾ സൺഡേ സ്കൂളിൽ പഠിക്കണം. അത് ഗൗരവമായി നിങ്ങൾ എടുക്കണം. അതിന് എന്ത് ന്യായീകരണം നമ്മൾ പറഞ്ഞാലും അത് അവരുടെ അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്. ഒരു നാളിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതെല്ലാം ഭയപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല, ഉത്തരവാദിത്വത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. വീടുകളിൽ ദൈവ സംസാരം വർദ്ധിക്കണം. ഞാനൊരു ദിവസം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരവ് നൽകിയതാണ്. ലോക സംസാരം, ലൗകിക സംസാരവും ഉണ്ടാകണം. എന്നാൽ അതിന് ആനുപാതികമായി ദൈവ സംസാരം ഒരു വീട്ടിലില്ലെങ്കിൽ ആ വീട് ഒരു ദൈവഭവനമല്ല, അതൊരു വെറും ലൗകികമായ
ഒരു കൂടിവരവിനുള്ള സത്രം മാത്രമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് നമ്മുടെ സഭയും വിശേഷാൽ നമ്മുടെ ഈ ഭദ്രാസനവും. ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന് ആനുപാതികമായി നിങ്ങളുടെ വീടുകളിൽ ദൈവ സംസാരം ഉണ്ടാകണം. സാമാന്യ മര്യാദയായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രമാത്രമാണ്, സ്ത്രീജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഇരുന്ന് കാണുന്ന കാര്യങ്ങൾ കണ്ടോണം. പക്ഷേ അതിൻ്റെ പകുതി സമയമെങ്കിലും നിങ്ങൾ വേദപുസ്തകം വായിക്കാനും നിങ്ങളുടെ മക്കളോട് വേദപുസ്തകത്തിലെ കഥകൾ പറയാനും വല്യമ്മമാർ കൊച്ചുമക്കളെ അതൊക്കെ ശീലിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ നമ്മൾ കാണിക്കുന്ന ഭക്തിയൊക്കെ വെറും കപടഭക്തി മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭദ്രാസനത്തിനുള്ള മുഴുവൻ പ്രോജക്റ്റുകളെയും കുറിച്ച് നിങ്ങൾ അറിയണം. അറിയത്തില്ലെന്ന് സ്ഥാപിക്കാനല്ല, അറിയണം. ആൻഡ് വി ഷുഡ് ഓൺ ഓൾ അവർ പ്രോജക്ട്സ്. അത് നമ്മളുടേതാണ്, ഞാനിവിടെ അതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഇന്നത്തേതിനേക്കാൾ മെച്ചമായി അതിൻ്റെ ചേർന്ന് പ്രവർത്തിക്കുവാനും അതിൻ്റെ കൂട്ടുപ്രവർത്തകരായി തീരുന്നതിനും നമുക്ക് സാധിക്കും. മാർത്തോമാ സഭയിലെ വളരെ പ്രത്യേകത നിറഞ്ഞ പ്രോജക്റ്റുകളുള്ള ഒരു ഭദ്രാസനമാണിത്. അൾഷിമേഴ്സ് രോഗികളായിട്ടുള്ളവർ, രോഗമെന്ന് പറയേണ്ടായിരിക്കാം, അതിൽ വിഷമിക്കുന്നതായ ആളുകൾക്ക് ഈ സഭയിൽ ഏക ഒരു സ്ഥാപനമുള്ളത് സ്മൃതി നമ്മുടെ ഭദ്രാസനത്തിലാണ്. നമ്മുടെ ശലഭം അല്ലേ, അഭയം. ഈ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ജൂബിലി മന്ദിരത്തിൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മലബാർ ഭദ്രാസനത്തിൽ നിന്നാണ് വന്നത്. അവിടെ ചുങ്കത്തറ കൺവെൻഷൻ ഇതുപോലെ മലബാറിലെ മാരാമണ്ണം എന്നറിയപ്പെടുന്നതാണ്. അവിടെ ഞാൻ ചെല്ലുന്ന സമയം തൊട്ട് പന്തലിടുന്ന ഒരാളാണ്, വേണുമാഷ് എന്നാണ്, ഒരു ഹിന്ദു സ്നേഹിതനാണ്. അതിൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ അതിൻ്റെ കാല് നാട്ടുമ്പോൾ വേണുമാഷ് അവിടെ അതിൻ്റെ ചുമതലയുള്ള കൺവീനർ അച്ഛനോട് പറഞ്ഞു, കാല് നാട്ടുകയാണ്, ഈ മരുഭൂമി പോലെ കിടക്കുന്ന ഈ സ്ഥലത്തെ ഞാനൊരു വിശുദ്ധ ഭൂമിയായിട്ട് മാറ്റും, ഒരു പുണ്യ ഭൂമിയായിട്ട് മാറ്റും. എനിക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ച് പറയുന്നു, നമ്മളുടെ ഈ ജൂബിലി മന്ദിരം ഉൾപ്പെടുന്ന ഈ സ്ഥലം ഒരു പുണ്യഭൂമിയാണ്. എത്രയോ ആളുകളാണ് ഈ പുണ്യസ്ഥലത്തോട്ട് വരുന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സമാനമായി മറ്റു ഭദ്രാസനങ്ങളിലും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ കൺവെൻഷൻ നടക്കുന്ന നഗർ മാത്രമല്ല, ഈ പുണ്യഭൂമി നമുക്ക് നമ്മുടെ ജീവിതത്തെ പുണ്യമാക്കണം. ആ പുണ്യഭൂമി നമുക്ക് എല്ലാവരും ഭദ്രാസന ബിഷപ്പിനെ അറിയണം. ഭദ്രാസന ബിഷപ്പ് താമസിക്കുന്നിടത്ത് വരണം, സ്നേഹബന്ധങ്ങൾ പുതുക്കണം. ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സ്നേഹ മോക്ഷയാത്രയാണ്. ഇതിലാരും വലുതിനും ചെറിയവരും ഇല്ല. വി ആർ ടുഗദർ കണ്ടിന്യൂയിങ് അവർ സ്പിരിച്വൽ ജേർണി. ഇത് നമ്മൾ ഓർക്കണം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. രാവിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുറേ നേരം എക്സസൈസ് ചെയ്യണം. മിനിമം ഭക്ഷണം കഴിക്കണം. കണ്ണി കാണുന്നതെല്ലാം ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ അതെല്ലാം കൂടെ കഴിക്കാൻ പാടില്ല. ലിവ് വിത്ത് മിനിമം. ധൂർത്ത് അവസാനിപ്പിക്കണം. ആഡംബരങ്ങൾ ദൈവം വെറുക്കുന്നതായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ നിങ്ങളുടെ പ്രതികരണം ഉണ്ടായി. നമ്മുടെ ഒരു മെമ്പർ ഒരു ആക്സിഡൻറ്റിൽ കാല് അമ്പ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. 15 ലക്ഷം രൂപ ഇപ്പോൾ ആശുപത്രി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്തോത്ര കാഴ്ച എടുത്തപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ നിങ്ങൾ സ്തോത്ര കാഴ്ച ഇട്ടു. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, നമ്മുടെ സ്നേഹിതരെല്ലാം പണം അയക്കുന്നു. ഇതെല്ലാം ഏതാണ്ട് പറഞ്ഞത് ചെയ്തു എന്നുള്ളതിനേക്കാൾ നമ്മുടെ കാലയിലെ കൊലുസ് വേറെ ഒരുത്തൻ്റെ കാലിൻ്റെ മുറിച്ചു മാറ്റുന്നതിന് ഇടയാകാതെ അതിനെ സംരക്ഷിക്കാനൊത്താൽ അത് കുർബാനയാണ്, അത് സാക്രമെൻ്റാണ്. നമുക്കെന്തെങ്കിലും ഒരു കൊലുസിടാനൊരു കാലുണ്ടല്ലോ. ഒരാളിൻ്റെ കാല് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് സ്വർണം കിട്ടിയാലും എവിടിടും? അതുകൊണ്ട് ആത്മീയതയുടെ അർത്ഥം നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളല്ല, സത്യസന്ധമായ പച്ചയായ ദൈവബോധമുള്ള മനുഷ്യരായിത്തീരണം. അതുകൊണ്ട് ഭക്തരുടെ മരണം സംഭവിക്കണം, മനുഷ്യൻ ജനിക്കണം. എല്ലാ മനുഷ്യരും ഭക്തരാണ്, എന്നാൽ എല്ലാ ഭക്തി പ്രകടനങ്ങളും മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമല്ല. ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി, അതുകൊണ്ട് എല്ലാ ധൂർത്തും നമ്മുടെ ഈ ഭദ്രാസനത്തിൽ ഉണ്ട്. ഒരു കല്യാണത്തിനൊന്നും ഇത്രയും പണം ചെലവാക്കണം.
എന്തിനാവശ്യമില്ലാതെ ഇത്രയും ഭക്ഷണം കൊടുത്ത്? ആ ഭക്ഷണമെല്ലാം വിഷമാണ്. നമുക്കിഷ്ടമുള്ള ആളുകളെ വിളിച്ച് ഇഷ്ടമുണ്ടെന്ന് ധരിപ്പിച്ച് അവനെ വിഷം കൊടുത്ത് വിടേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇതിന് വലിയ മനഃശക്തി നമുക്ക് വേണം. അല്ലെങ്കിൽ അവനെന്തോ പറയും, ഇവനെന്തോ പറയും, അവൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ. വി ഹാവ് ഓൺലി വൺ മോഡൽ. ഒരൊറ്റ മാതൃകയും ഒരൊറ്റ ഉപദേശകനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരു കല്യാണം നടക്കുമ്പോൾ നിങ്ങൾക്ക് പണം കാണും. നിങ്ങളെന്ന് ഞാൻ പറയുന്നത് ഈ സഭയിലുള്ളവർക്ക് കാണും. നിങ്ങൾ ദൈവത്തോടെ ചോദിക്കുകയാണ്, ദൈവമേ, ഒരു 25 ലക്ഷം രൂപ ഭക്ഷണത്തിന് ചിലവാകും. അത് 5 ലക്ഷമായി കുറച്ചിട്ട് 20 ലക്ഷം രൂപ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടിയുള്ള ഒരു വീട്ടിലെ അപ്പനെ വിളിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ദൈവം, എടാ അല്ല, നീ 25 ലക്ഷം രൂപ തന്നെ ഭക്ഷണത്തിന് ചിലവാക്കണം എന്ന് പറയുമോ? 25 പോയിട്ട് 5 ലക്ഷവും നീ ചിലവാക്കരുത്, 5 കുട്ടികളെ നിങ്ങൾ കെട്ടിക്കണം എന്ന് പറയും. ദൈവം ഏതിൻ്റെ ഭക്ഷണം? ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ ഏത് സ്വീകരിക്കും? ഇങ്ങോട്ടൊന്ന് നോക്കിയല്ലേ എന്നെ രക്ഷിക്കുക. ഇത് നമ്മൾ പറയുന്നതൊന്നും ദൈവം അംഗീകരിക്കുന്നതല്ല, ഒന്നും. അപ്പം അതുകൊണ്ട് സ്ത്രീജനങ്ങൾ ഇത്രയും സ്വർണ്ണം ഇടേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഇന്നലെ സെവിയാ സംഘത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, 15 രൂപ വിലയുള്ള മദർ തെരേസയുടെ ഒരു സാരി ഇപ്പോൾ ലേലത്തിന് വെച്ചാൽ 1.5 കോടിയോ 15 കോടിയോ കിട്ടും. കോടീശ്വരനായ ഒരുത്തൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ മന്ത്രകോടി ഒരു പ്രാവശ്യം ഉടുത്തിട്ട് നിങ്ങളുടെ പള്ളിയുടെ ആദിബലത്തിന് കൊണ്ടുപോയാൽ എത്ര രൂപ കിട്ടും? എടുത്ത് വെളിയിൽ കളയും. എന്തുകൊണ്ടാണ് വില? എന്തിനാണ് വില? ഇത് ഈ സഭ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും ഞാനും എല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ ധൂർത്തുകൾ എല്ലാം ഉപയോഗിക്കും. അതുകൊണ്ട് 2025 ജാനുവരി മാസം 4-ാം സൺഡേക്ക് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം, അടുത്ത 67-ാം കൺവെൻഷൻ. ഈ ഒരു വർഷം ഈ ഭദ്രാസനം ഇയർ ഓഫ് റെക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ വർഷമായി ദൈവനാമത്തിൽ മെത്രാപ്പോലിത്തയുടെ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതായത് 2024 ഈ ഫെബ്രുവരി മുതൽ 2025 ജനുവരിയിൽ നമ്മൾ കൂടുന്നിടം വരെയുള്ള എല്ലാ പള്ളികളിലെയും എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും എല്ലാ സേവികാ സംഘടന പഠനങ്ങളിലും നമ്മുടെ പ്രധാനമായ പഠനവും നമ്മുടെ സംസാരവും നമ്മുടെ വീട്ടിലെ സംസാരവും അനുരഞ്ജനത്തിൻ്റെ വർഷമായിരിക്കും. അച്ഛന്മാരോട് ഞാൻ ഇത് സൂചിപ്പിച്ചിട്ട് ഇല്ല, അടുത്ത മീറ്റിങ്ങിൽ സൂചിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് അച്ഛന്മാരെ എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 1 year ഓഫ് കണ്ടിന്യൂസ് ഒരു ഇൻറ്റൻസ് സ്റ്റഡി, ലേണിംഗ്, റെക്കൺസിലിയേഷൻ. ദൈവജനമേ, മാപ്പ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. ചർച്ചിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ, ചർച്ച് ഈസ് എ റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി ആൻഡ് ചർച്ച് ഈസ് എ റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി. നമുക്ക് ഈ അനുരഞ്ജനത്തിൻ്റെ വർഷത്തിൽ അനുരഞ്ജനം എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിക്കുകയല്ല, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടവകയിലെ അംഗങ്ങൾ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അംഗങ്ങൾ, കുടുംബങ്ങൾ, ഇടവകൾ, ഇതെല്ലാം ഈ അനുരഞ്ജനത്തിൻ്റെ മാപ്പ് കൊടുക്കുന്നതിന് ഇടയാകും. എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. കെൻ കേർലി എന്ന് പറയുന്ന ഒരു കർദിനാൾ ഉണ്ടായിരുന്നു, കെൻ കേർലി. അദ്ദേഹത്തെ ആ പേര് കേട്ടാൽ നമുക്കറിയത്തില്ല. എന്നാൽ അദ്ദേഹമാണ് പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ ജോൺ 23. അദ്ദേഹം ശാന്തനും വളരെ മന്യനുമായ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. റോമിൽ ഒരച്ഛനെ ചില പ്രത്യേക കാരണങ്ങളാൽ ഈ പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് കുറേ നാളത്തേക്ക് മാറ്റി നിർത്തി. അദ്ദേഹം അതിൽ വലിയ ഖിന്നനായി. അദ്ദേഹത്തിന് റിട്ടാലിയേഷൻ, അതിനൊരു എതിർപ്പാണ്. അദ്ദേഹം ഒരു മദ്യപാനിയായി തീർന്നു. അബദ്ധസഞ്ചാരങ്ങൾ ചെയ്യാനിടയായി. ഒരിക്കൽ അദ്ദേഹം ഒരു മദ്യഷാപ്പിൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ടൂറിലെ ബിഷപ്പ് നിന്നെ അന്വേഷിച്ച് വെളിയിൽ നിൽപ്പോൾ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഞാനൊരു മദ്യപാനി ആയതുകൊണ്ട്, ഞാനൊരു പുരോഹിതനായിരുന്നല്ലോ, ഇപ്പോഴും പുരോഹിതനാണ്, ഞാനിങ്ങനെ മോശമായി ജീവിക്കുന്നത് കൊണ്ട് ഇവർ കളിയാക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരാൾ വന്ന് പറഞ്ഞു, നിന്നെ ടൂറിലെ ബിഷപ്പ് അന്വേഷിക്കുന്നു, വെളിയിൽ നിൽപ്പോൾ. അദ്ദേഹം അത് പരിഹാസത്തോടെ തള്ളി. കാരണം ഒരിക്കലും എന്നെ അന്വേഷിച്ച് ഒരു കാർഡിനൽ വരികയില്ല.
കുറേ നേരം കഴിഞ്ഞപ്പോൾ തോളയിൽ ഒരു കൈ വന്ന് വീഴുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭക്തനായ ടൂറിലെ ബിഷപ്പ് കെൻകേർലിയാണ്. അവനോട്, ഈ വൈദികനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക, എൻ്റെ കൂടെ വരിക. അവർ നടന്ന് അവരുടെ ഏറ്റവും വലിയ കത്തീഡ്രൽ പള്ളിയിൽ ചെന്നു. എന്നിട്ട് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കുമ്പസാരത്തിൻ്റെ സമയത്തിടുന്ന ആ ഷോൾ എടുത്ത് ഈ വൈദികൻ്റെ തോളിലിട്ടിട്ട് പറഞ്ഞു, എനിക്ക് കുമ്പസരിക്കണം, ഞാൻ എൻ്റെ കുമ്പസാരമേറ്റു പറയും, നീ എനിക്ക് മാപ്പ് തരണം. നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. കർദിനാൾ കെൻകേർലി ആ പള്ളിയിൽ മുട്ടുകുത്തി. ഈ വൈദികൻ വഴിവിട്ടുവെങ്കിലും ബുദ്ധിമാനും വർഷങ്ങളായി ഇതെല്ലാം ചെയ്യുന്നവനാണ്. അദ്ദേഹം കുമ്പസാരം കേട്ടു, അതിനുള്ള അബ്സല്യൂഷൻ നടത്തുക. സാധാരണ കുമ്പസരിക്കുന്ന ആളിൻ്റെ കണ്ണ് നിറഞ്ഞാണ് കണ്ണുനീര് വരേണ്ടത്. ഇത് ഈ വൈദികൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി വീണ് ഈ കെൻകേർലി ആർച്ച് ബിഷപ്പിൻ്റെ തല നനഞ്ഞു. ഒടുവിൽ അബ്സല്യൂഷൻ പറഞ്ഞു, എഴുന്നേറ്റു. ബിഷപ്പ് ഈ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ വൈദികനെ കെട്ടിയിട്ട് പറഞ്ഞു, മകനെ, നിന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഇതാണ്, മാപ്പ് കൊടുക്കുക, മാപ്പ് സ്വീകരിക്കുക. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, ദൈവത്തെ പോലെ ആകാനുള്ള ഏകവും പ്രധാനവുമായ കാര്യം മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. എത്രയോ ആളുകളോടാണ് നമുക്ക് മാപ്പ് സ്വീകരിക്കാനുള്ളത്, എത്രയോ ആളുകൾക്കാണ് നമ്മൾ മാപ്പ് കൊടുക്കാനുള്ളത്. ഹജ്ജിന് പോകുന്ന ആളുകളെ കുറിച്ച് അറിയാം. അവർ പോകുന്നതിന് മുമ്പ് ആരോടെല്ലാം എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം പറഞ്ഞ് നിരന്നതിന് ശേഷമാണ് ഹജ്ജിന് അവർ ഈശ്വര സാക്ഷാത്കാരത്തിന് പോകുന്നത്. ദൈവജനമേ, നമുക്ക് ഈ വർഷം എല്ലാവർക്കും മാപ്പ് കൊടുക്കും. സ്ത്രീകളെ, പുരുഷന്മാർ മദ്യപിക്കുന്നവർ കാണാം, മാപ്പ് കൊടുത്ത് സ്നേഹിക്കാം. പുരുഷന്മാരെ, അവിശ്വസ്തതയുള്ള ആളുകൾ നമുക്ക് ഉണ്ടാകാം, മാപ്പ് കൊടുത്ത് അവരെ രക്ഷിക്കുക. നമുക്ക് നമ്മോട് തന്നെ മാപ്പ് കൊടുക്കാം. ദൈവമേ, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ദ്യോതിപ്പിച്ച്, ഞാനൊരു മിടുക്കനാണ്, ഞാനൊരു വിശുദ്ധരാണ്, ഞാൻ സത്യസന്ധനാണ്, ഞാൻ നീതിമാനാണ് എന്നൊക്കെ ഈ ചമഞ്ഞ് നടക്കുന്ന ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കുറേ കാവട്യമുണ്ടല്ലോ. എന്നോട് ഞാൻ ക്ഷമിക്കട്ടെ, എന്നോട് തന്നെ ക്ഷമിക്കാം, മറ്റുള്ളവരോട് ക്ഷമിക്കാം, മറ്റുള്ളവരിൽ നിന്ന് ക്ഷമ നമുക്ക് സ്വീകരിക്കാം. ആരിൽ നിന്നും ക്ഷമ സ്വീകരിക്കാൻ പാടില്ലാതെ വണ്ണം വലിയവനായ ഒരുത്തനെയും ദൈവം ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. ഈ പോപ്പ് ജോൺ 23 ലോകത്തെ ഒഴിയമായി സ്വാധീനിച്ച ആളാണ്. അദ്ദേഹത്തിന് ഒരു വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി നിറഞ്ഞ കണ്ണുകളോടെ കുമ്പസാരം നടത്തി ആ വീഴ്ചയുള്ള അച്ഛനിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ച് ഇതാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞ ആ മാന്യമായ ഒരു ചിത്രം ഈ ഒരു വർഷം നമ്മുടെ മുമ്പിലിരിക്കട്ടെ. നമുക്ക് മാപ്പ് കൊടുക്കാനുള്ളവർ അത് ബിഷപ്പുമാരുടെ കൂട്ടത്തിൽ കാണാം, അച്ഛന്മാരുടെ കൂട്ടത്തിൽ കാണാം, ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാം, അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാം, ആ വഴിയിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാണാം. ഈ ഒരു ഇയർ ഓഫ് റെക്കൺസിലിയേഷൻ അടുത്ത 2025 ജനുവരി മാസം 4-ാം ഞായറാഴ്ച ഇവിടെ കൂടുമ്പോൾ ആരാണ് കൂടുന്നത്? എ കമ്മ്യൂണിറ്റി ഓഫ് റെക്കൺസൈൽഡ് പീപ്പിൾ. അതിന് തക്കതായ പഠനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇത് നിശ്ചയമായിട്ടും ഉണ്ടാകണം. ആ കണ്ണുനീരിൻ്റെ റെക്കൺസിലിയേഷൻ നമുക്കുണ്ടാകാം. അതിനുശേഷം നമുക്ക് മാപ്പ് കൊടുക്കാം, മാപ്പ് സ്വീകരിക്കാം. ഓരോ കുമ്പസാരവും മാപ്പ് കൊടുക്കലാണ്. ദൈവം നമുക്ക് മാപ്പ് തരികയല്ലേ? ദൈവം എനിക്ക് മാപ്പ് തന്നാൽ എനിക്ക് മാപ്പ് കൊടുക്കാൻ അനുവാദമില്ലേ? എനിക്ക് മാപ്പ് കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ മാപ്പ് കൊടുത്ത് നമുക്ക് ദൈവത്തെ പോലെ ആകാം. എപ്പോഴും ഓർത്തുകൊള്ളുക, എല്ലാ വിശുദ്ധൻ്റെയും ജീവിതത്തിൽ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വീഴ്ച പറ്റിയവരാണ്. എല്ലാ വീഴ്ച വന്നവർക്കും എല്ലാ പാപിക്കും ഒരു ഭാവിയുണ്ട്. ഏറ്റവും ലളിതമായി അതിന് നമ്മൾ പറയുന്നതാണ് ഈ റെക്കൺസിലിയേഷൻ. ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് തർക്കമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഒരു വാർത്താക്കുറിപ്പ് എന്നുള്ള ഈ പത്രത്തിൽ അതിന് വരുന്നതിനാണ് വാചകമേള. നിങ്ങൾ കണ്ടു മനോരമയിൽ പ്രധാനമായി വലിയ ആളുകൾ പറയുന്ന വാക്കാണ്. അത് കോട്ട് ചെയ്യുന്നു പ്രധാനമായിട്ട്.
അതിൽ ബോൾഡ് ലെറ്ററിൽ എഴുതി വന്ന ഒരാണ്. ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ്. ആളെഴുതുകയാണ്. ആ എഴുതിയ ആള് ഇതെഴുതിയ ഈ വാചകമേളയിലെ ഈ വാക്ക് മുരുകൻ കാട്ടാക്കടയുടെയാണ്. മുരുകൻ കാട്ടാക്കട അതേ ഒരു കവിയാണ്, ആധുനിക കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പദ്യമാണ് കണ്ണട എന്ന് പറയും. അത് നിങ്ങൾ അപ്പോൾ ഇത് കേൾക്കുക. ഒരിക്കൽ എനിക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടി. ആർക്ക്? ഈ മുരുകൻ കാട്ടാക്കടയ്ക്ക്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, മാഷെ, എഴുതുന്ന ആൾ എഴുതുകയാണ്, മാഷെ, ഞാൻ കണ്ണൂർ കൊലപാതകത്തിലെ 1-ാം പ്രതിയാണ്. ഞാനൊരു ഒളിവ് സങ്കേതത്തിലാണിപ്പോൾ. ഇവിടെയുള്ള TV-യിൽ ഞാൻ അങ്ങയുടെ കണ്ണട എന്ന കവിത കേൾക്കാനിടയായി. അതെന്നെ ആഴത്തിൽ സ്പർശിച്ചു. എൻ്റെ ശിഷ്ട ജീവിതത്തിൽ ഞാനിനി ഒരു ഉറുമ്പിനെ പോലും കൊല്ലുകയില്ല. എൻ്റെ ശിഷ്ട ജീവിതത്തിൽ ഞാനിനി ഒരു ഉറുമ്പിനെ പോലും നോവിക്കുകയില്ല. മുരുകൻ കാട്ടാക്കട പറയുന്നു, ഈ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. സ്നേഹിതരെ, 1-ാം പ്രതി ഒരു കൊലപാതക കുറ്റത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇനി ശേഷിക്കുന്ന എൻ്റെ ആയുസ് ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിക്കുകയില്ല. ഇതാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആനന്ദമായ ഒരു അനുഗ്രഹം. മാപ്പ് കൊടുക്കാൻ, നല്ലവരാകാൻ, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ. സ്നേഹിതരെ, നമ്മളെല്ലാവരും ഒരു മടക്കയാത്രയിലാണ്. നമ്മൾ മടങ്ങുകയാണ്. എവിടേക്ക്? ദൈവത്തിങ്കിലേക്ക്. കുറച്ച് നാളത്തേക്ക് ഈ ഭൂമിയിൽ ജീവിക്കും. എത്ര വലിയവരായി. ഇന്നലെ രാത്രി വളരെ വൈകി എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ്, അതെൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എഴുതിയിരിക്കുക. അവനും എനിക്കും അറിയാവുന്ന ഒരു ഡോക്ടറാണ്, ഡോക്ടർ സജീവ് തോമസ്. നമ്മുടെ ശ്രീചിത്രയിലെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറായി റിട്ടയർ ചെയ്തു. ഞാൻ തന്നെ എത്രയോ രോഗികളെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അയച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ഞാൻ ചില അടുത്ത ബന്ധമുള്ളവരെ അയച്ചിട്ടുണ്ട്. അവർക്കെല്ലാം സൗഖ്യം കിട്ടി. അദ്ദേഹത്തിൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മുഖാന്തരം ഇന്ന് വെളുപ്പിനെ അദ്ദേഹം മരിച്ചു. എൻ്റെ സ്നേഹിതൻ വാട്സാപ്പിൽ എഴുതിയിരിക്കുകയാണ്, തിരുമേനി എത്രയോ ആളുകളെ സൗഖ്യമാക്കി. ഇപ്പോൾ അതേ ഒരു മാരക രോഗം, ക്യാൻസർ, അതിന് വെന്റിലേറ്ററിലാണിപ്പോൾ. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ അടുത്ത വാട്സപ്പ്, അദ്ദേഹം 4 മണിയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെമ്പറാണ്. ഔ ഫ്രജയിൽ വിഹ. നമ്മളെത്രയും നിസ്സാരരായ ആൾ. ഒരു ചെറിയ ജീവിതം, നമുക്ക് നന്നായി ജീവിക്കാം. ക്ഷമ കൊടുക്കിയച്ഛൻ ആ പുസ്തകത്തിൽ അറിയിച്ചിരിക്കുന്നത്. 20 രൂപ. നിങ്ങൾക്ക് ഇത് പുസ്തകം വയ്ക്കാനൊന്നുമല്ല, പക്ഷെ അത് എല്ലാവരും വീണ്ടും ഒരു പ്രിൻ്റൂടെ വേണമെന്ന് അതിന് ചുമതലക്കാരോട് പറയത്തക്കവണ്ണം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് പോകണം. കുറച്ച് കോപ്പികൾ ഇവിടെയുണ്ട്. അത് അതിൻ്റെ ചുമതലക്കാരൻ എന്നോട് പറഞ്ഞതുകൊണ്ടും അത് വളരെ പ്രയോജനമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും പറയാം. ഇനി നമ്മളൊരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടാൻ പോവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ഏറ്റവും ആവേശം തരുന്ന പാട്ടിൻ്റെ ഒരു സ്റ്റാൻസയാണ് കത്രികാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നുള്ള വില്യം ബ്ലാക്ക് എഴുതിയ പാട്ട്. മടക്കയാത്രക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ലോകത്തിൽ എങ്ങനെയായിരിക്കണം? ആ സ്റ്റാൻസ്, ആ പാട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? കർത്തൻ പേർക്ക് രാപ്പകൽ അധ്വാനം ചെയ്ത് ഞാനിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്ത് ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേര്. ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെന്നുള്ള നിലയിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവജനം എന്നുള്ള നിലയിൽ നമ്മുടെ ആയുസിൻ്റെ പരമഭാഗ്യം എന്താണ്? ഒരു നാളിൽ പേര് വിളിക്കുമ്പോൾ എൻ്റെ പേര് കാണും. പേര് കാണാൻ വേണ്ടി പേര് കൂട്ടുകയല്ല, പേര് കാണുക എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ അവസാനമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ഈ പാട്ടിൻ്റെ ആശയങ്ങൾ ഒഴുകിയിറങ്ങാൻ അനുവദിച്ച് ബോധപൂർവമായി നമുക്ക് ഈ പാട്ട് പാടി നമ്മെ സമർപ്പിച്ച് കൺവെൻഷൻ്റെ സമാപന യോഗം ആശീർവാദത്തോടെ പൂർത്തീകരിക്കാം. ലോകത്തിലേക്ക് പോകുകയാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിച്ച്, ലോകക്കാരാകാതെ ജീവിച്ച്, ലോകത്തിൽ കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷികളായി
ഈ ദിവസങ്ങളെല്ലാം കേട്ടതുപോലെ ഇനി യേശു ദേഹരൂപത്തിൽ നമ്മുടെ ഇടയിലില്ല. യേശു ദേഹരൂപത്തിൽ നമ്മളിൽ വസിക്കുന്നു. നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണട്ടെ. കർത്തൻ പേർക്ക് രാപ്പകൽ അധ്വാനം ഞാൻ ചെയ്ത് ഇങ്ങനെ വാർത്ത തൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. കർത്തൻ പേർക്കൊരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണും എൻ പേരോ. വിളിക്കും നേരം കാണും നേരം കാണും നേരം. ഞങ്ങളെ പൂർണ്ണമായും ഉള്ളതുപോലെയും അറിയുന്നവനായ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരിക്കലും തെറ്റാത്ത അവിടുത്തെ തീരുമാനത്തിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ലോകത്തിലാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് താല്പര്യമുള്ളവനും ഞങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് പദ്ധതിയുള്ളതും അങ്ങയ്ക്ക് മാത്രമാകുന്നതുകൊണ്ട് സ്തോത്രം. ആ ബോധ്യത്തോടുകൂടെ ഞങ്ങളുടെ ജീവിതയാത്ര തുടരുന്നതിനിടയാകട്ടെ. ഞങ്ങളെല്ലാവരും മടങ്ങി വന്നിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നാൾ എടുക്കും ഈ യാത്ര തീരുവാൻ ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിൽ തളരാതെ മാർഗഭ്രംശം വരാതെ സ്ഥിരതയോടുകൂടി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശുവിനെ നോക്കി ഞങ്ങളുടെ ജീവിതയാത്ര തുടരുന്നതിനിടയാകണേ. അങ്ങനെ ജീവിക്കുന്ന ഈ ലോകത്തിലും കാലത്തിലും നിന്റെ പേർക്ക് ജോലി ചെയ്ത് നിന്റെ സ്നേഹം അറിയിച്ച് നിന്റെ സ്നേഹം സ്വീകരിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്ത് മറ്റുള്ളവരിൽ നിന്ന് മാപ്പ് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയായി അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമായി ദൈവമക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണമേ. സന്നിഹിതരായിരിക്കുന്ന ഈ ദൈവജനത്തെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയോട് കരുണ കാണിക്കണമേ. ലോകത്തെ അവിടുത്തെ വിശുദ്ധിയിലും കൃപയിലും കാക്കണമേ. യുദ്ധമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത, രോഗമില്ലാത്ത ദൈവരാജ്യത്തിൻ്റെ നീതിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ലോകത്തിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിക്കുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിനു മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.